എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. ഉഷ്ണതരംഗത്തിനിടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഉഷ്ണതരംഗം ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കും ചില സംസ്ഥാനങ്ങളിൽ. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ബൽറാം നെടുങ്ങാടിയും നമുക്കൊപ്പം ചേരുന്നു. ബൽറാം നെടുങ്ങാടി നമ്മളുടെ ഉഷ്ണതരംഗത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. ആർ രാധാകൃഷ്ണൻ ഇന്ന് നടക്കുന്ന പോളിംഗ് ബൂത്തിലെത്തുന്ന മണ്ഡലങ്ങളെക്കുറിച്ചും. രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആൻഡ് ബൽറാം നെടുങ്ങാടി അതിലും ഗുഡ് മോർണിംഗ്. അപ്പോൾ പറയൂ രാധാകൃഷ്ണൻ, ഇന്ന് ഒരുപക്ഷെ 57 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതുന്നതോടെ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് വൈകുന്നേരം തീരുമാനിക്കും. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ വിശകലനം ചെയ്യുന്നുണ്ട്. പറയൂ. എസ് കെ എൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നല്ല എസ് കെ എൻ, ചൂടേറിയ ഒരു ഗുഡ് മോർണിംഗ്. കാരണം പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു 7 മണിക്ക്. കനത്ത ചൂട് എല്ലാ മണ്ഡലങ്ങളിലും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികളും തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാത്രി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ബൂത്തുകളിലും വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യൂകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാ ഇടങ്ങളിലും നടത്തിയിട്ടുള്ളത്. ആവശ്യമുള്ള എല്ലാ വെള്ളം അടക്കമുള്ള സജ്ജീകരണങ്ങൾ, വൈദ്യശാസ്ത്ര സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പോളിംഗ് നടക്കുന്ന 57 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളേവരും ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങൾ. പൂർവാഞ്ചൽ മേഖല BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. വാരണാസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖലയിൽ ഏതെങ്കിലും വിധത്തിലൊരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ അത് രാജ്യത്താകെ ഉണ്ടാകുന്ന ഈ തെരഞ്ഞെടുപ്പ് വിധിയെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്ന വിധത്തിലാണ് എന്ന നിഗമനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ BJPയും ഒപ്പം ഇന്ത്യ മുന്നണിയും വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ഈ മേഖലയിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് പൂർവാഞ്ചൽ മേഖലയിൽ എങ്ങനെ പോളിംഗ് നടക്കുന്നു എന്നുള്ളത്, നമ്മുടെ ജനവിധി എങ്ങനെയായിരിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ. പഞ്ചാബ് അടക്കമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. പഞ്ചാബിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം, ഒരു ആം ആദ്മി പാർട്ടി പ്രവർത്തകന് വെടിയേറ്റു മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അജ്ഞാതരായിട്ടുള്ള ആളുകളാണ് അമൃത്സറിൽ അദ്ദേഹത്തെ വെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒന്നിലധികം ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നടക്കുന്ന പോരാട്ടം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതാണ്. ഒപ്പം കഴിഞ്ഞ ഘട്ടത്തിന് സമാനമായിട്ട് പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏത് വിധത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. നിശബ്ദ പ്രചരണ ദിവസമായ ഇന്നലെ ഈ പോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചത്. ഈ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ ഉഷ്ണതരംഗം തടസ്സമാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാം, വാഹനമടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാം എന്ന ഒരു തീരുമാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങളിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യ പോളിംഗ് ശതമാനം വരുന്നത് 9:30 മണിക്കാണ്. 9:30 മണിക്ക് 2 മണിക്കൂറിന് ശേഷമുള്ള 9 മണി വരെയുള്ള പോളിംഗ് ശതമാനം വരുമ്പോൾ നമുക്ക് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യ 2 മണിക്കൂറിൽ സാധാരണഗതിയിൽ 10നും 15നും ഇടയിൽ ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട വോട്ടുകളാണ് സാധാരണഗതിയിൽ ഈ ഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 65% പോളിംഗ് നടക്കും എന്ന വിധത്തിൽ അനുമാനിക്കാം. അഥവാ ഈ 15ന് മുകളിൽ കാര്യം, ഈ ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് നടക്കുന്നുണ്ടോ ഡൽഹിയിൽ? അത് ബംഗാൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നു. അതിന്റെ സത്യസ്ഥിതി എന്താണ്? എസ് കെ എൻ, മമതാ ബാനർജി പങ്കെടുക്കുന്നില്ല. ഇന്ത്യ മുന്നണി അത് സ്ഥിരീകരിക്കുന്നു. ഇന്ത്യ മുന്നണിയോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വിശദീകരണം ആരായുമ്പോൾ അവർ പറയുന്നത് മമതാ ബാനർജി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകളിലാണ്, അതുകൊണ്ട് മമതാ ബാനർജിക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല എന്നത് നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അനുബന്ധമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചില ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ചില ഘടകകക്ഷികളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ എന്ന വിധത്തിലുള്ള ചർച്ചകളോ BJP
BJPയുടെ ചില കേന്ദ്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെന്ന് അർത്ഥമില്ല. മറ്റു ചില കക്ഷികളുമായിട്ട് ഇന്ത്യ മുന്നണി ചർച്ച നടത്തുന്നുണ്ട് എന്ന വിധത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഡൽഹിയിൽ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ അടക്കമുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഈ തീരുമാനം പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് ചേരുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം ഇനിയുള്ള തന്ത്രങ്ങൾ എങ്ങനെ വേണമെന്നത് ആസൂത്രണം ചെയ്യും. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അരവിന്ദ് കെജ്രിവാളിന് നാളെ ജയിലിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം നടത്തുന്നത്. ഈ യോഗത്തിൽ താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ഇനി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ഈ ഉഷ്ണതരംഗം വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നും യഥാർത്ഥത്തിൽ വലിയ ഒരു ആശങ്കയും ഭീതിയും നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും ഈ ഉഷ്ണതരംഗത്തിനിടെ തെരഞ്ഞെടുപ്പ് അത് വലിയ ആശങ്ക തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ അതിൻ്റെ ഡ്യൂട്ടികൾ ആരംഭിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ യന്ത്രങ്ങളുടെ വിതരണം, സുരക്ഷാ ചുമതല, മറ്റും ഡ്യൂട്ടികൾ ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ ഈ ഉഷ്ണതരംഗത്തെ തുടർന്ന് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ നിന്നും 15 മരണങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നത്. ബീഹാറിൽ നിന്നും 14 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർ ഈ ഉഷ്ണതരംഗത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. സൂര്യാഘാതം തന്നെയാണ് പ്രധാനമായും ഇവരെ എല്ലാം തന്നെ ബാധിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ആശുപത്രികളിൽ. അതുകൊണ്ട് തന്നെ സൂര്യാഘാതം ഏറ്റ് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്കായി പ്രത്യേക വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഉഷ്ണതരംഗം പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ കുടിവെള്ളം ഈ പോളിംഗ് ബൂത്തുകളിൽ ക്രമീകരിക്കുന്നതിനൊപ്പം തന്നെ സാധ്യമാകുന്ന മറ്റെല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലും ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള 30ഓളം പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കനത്ത ചൂട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തുടരുകയാണ്. ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില എന്നുള്ളത് 45 ഡിഗ്രി മുതൽ. ഇതിനിടയിൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ. എല്ലാവിധമായ ഒരുക്കങ്ങളും ഈ ഉഷ്ണതരംഗം പ്രമാണിച്ച് വോട്ടേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അതുപോലെ വോട്ടേഴ്സിനെ ക്യൂ നിർത്താതെ ചില സ്ഥലങ്ങളിൽ ഇരുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ? പ്രായോഗികമായി ഇതൊക്കെ നടക്കുമോ? SKN, ഈ തെരഞ്ഞെടുപ്പ് സീസൺ എന്നുള്ളത് ഈ വേനൽക്കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളിൽ പലത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളാണ്. പരമാവധി ആളുകൾക്ക് ആയാസത്തോടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. ക്യൂവിൽ ദീർഘനേരം നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. കൂടാതെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കണം. കൂടാതെ ഒരു ആരോഗ്യ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. തുടങ്ങിയവ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. എങ്കിൽ പോലും കണക്കാക്കിയതിനേക്കാൾ വലിയ ആഘാതം ഈ ഉഷ്ണതരംഗം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ഉഷ്ണതരംഗം ഈ പോളിംഗ് ശതമാനത്തെ ബാധിച്ചു എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം ഉണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉൾപ്പെടെ ഈ പോളിംഗ് ശതമാനത്തിൽ അത് പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഈ അവസാന ഘട്ടം ഇന്ന് നടക്കുമ്പോൾ ഏറ്റവും തീവ്രമാണ് സാഹചര്യം. അത് ഉത്തർപ്രദേശിലും ബീഹാറിലും ബംഗാളിലും ഒരുപോലെ തന്നെ വലിയ ആഘാതം ഈ ഉഷ്ണതരംഗം ഉണ്ടാക്കിയിരിക്കുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമാകുന്നത് അടക്കമുള്ള ഗൗരവമുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്നത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു. ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു പ്രവചനം എന്നുള്ളത് ഉഷ്ണതരംഗം ഇപ്പോൾ ശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എന്നുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.